ഹോസ്പിറ്റലിൽ വിജയിക്കണം, ഹോസ്പിറ്റൽ നന്നാകണം, നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണമെന്നും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ രോഗം വന്നാലാണ് ഹോസ്പിറ്റലിൽ പോവുക. അങ്ങനെ ആൾക്കാർക്ക് രോഗം വരണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾ ആശംസിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ എന്തെങ്കിലും നമ്മൾ രോഗം വരാതിരിക്കില്ല. എന്തെങ്കിലും രോഗങ്ങൾ വരും. രോഗങ്ങൾ വന്നാൽ ഇവിടെ കയറി ചികിത്സിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല ഡോക്ടറെ? അല്ല, ഇവിടെ എല്ലാരും വന്ന് ചികിത്സിക്കണമെന്ന് പറയാൻ ഒക്കില്ലല്ലോ. എന്തെങ്കിലും അങ്ങനെ അസുഖം വന്നാൽ ഇവിടെ വരണമെന്ന് എനിക്ക് പറയാം. ഇവിടെ നല്ല തണുപ്പാണ്. ഞാൻ ഈ ആളുകൾക്കൊക്കെ നല്ല ഒരു കുളിർമയുള്ള അവസരത്തിലാണ് ഞാൻ വന്നത്. ഈ വരുന്ന പൊടിക്കാറ്റാണോ മഞ്ഞാണോ? ഏതായാലും ഇനി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഒരിക്കൽ നമുക്കിവിടെ വരാം. ഞാൻ മാത്രമല്ല, ഇവിടെ എന്റെ കൂടെ കുഞ്ചാക്കോ ഭവൻ, മാമ, മാഡം ജൂഹി ചൗളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പുറകിക്കുന്ന ആൾക്കാരും സിനിമ നടന്മാരല്ല കേട്ടോ. ചുമ്മാ അത് ഷൈൻ ചെയ്യാൻ കയറി നിൽക്കുക, ഒരു കാര്യമില്ല. ഇതൊക്കെ ഡോക്ടറുടെ ADCകളാണ്. വെറുതെ ഇവിടെ എന്തിനാ കയറി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ കാണാൻ ന്യായം, ഒരാരെങ്കിലും കാണാൻ വന്നാണ്. പറഞ്ഞാൽ എന്റെ സെക്യൂരിറ്റിക്കാന്നാ പറയുന്നത്. എനിക്ക് ഇങ്ങോട്ട് നടക്കാൻ വരാതിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇവരെ. എനിക്ക് അവരെക്കാളും വിശ്വാസം നിങ്ങളെയാ. നിങ്ങളാരും നിന്നെ ആക്രമിക്കലെന്ന് എനിക്കറിയാം. ഏതായാലും എനിക്ക് 4 മണിക്ക് കാണാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ 5:05 ഞാനിവിടെ 4 മണിക്ക് വന്നതാണ്. 4 മണിക്കാണ് പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ വേറൊരു അത്ഭുതം, നമ്മുടെ നാട്ടിലേക്ക് ഇതുവരെ നേരെ സന്ധ്യയായിട്ടില്ല. ഇവിടെ രാത്രിയായി, ഇഷാ നമസ്കാരത്തിന് സമയമായി. അപ്പൊ ഏതായാലും ഇനി രാത്രി കുറച്ചുകൂടെ നേരം ഇരുന്ന് നിങ്ങളെ തണുപ്പ് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പൊ 7:30 വണ്ടിക്ക് എനിക്ക് പോകണം. ഇത്ര തിടുക്കത്തിൽ വന്ന് കാണുന്നതിൽ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വളരെ വിശാലമായിട്ടും വിപുലമായിട്ടും നിങ്ങളെല്ലാം കണ്ടുകൊള്ളാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ തൽക്കാലം മടങ്ങുന്നു. എല്ലാവർക്കും ശുഭരാത്രി, നന്മ വരട്ടെ. എല്ലാവർക്കും ആരോഗ്യം നേരുന്നു. ആരോഗ്യ സമ്പന്നരായി നിങ്ങൾ എല്ലാവരും സന്തോഷമായി ദീർഘകാലം ജീവിക്കുക. സന്തോഷം. ഏതായാലും എനിക്ക് ഇവർക്കൊന്നും ഭാഷ മനസ്സാവൂല, എന്നാലും ആരെങ്കിലും ഇവരോടും ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും സ്നേഹാദരങ്ങൾക്കും വാത്സല്യത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, ഇനിയും നല്ല നല്ല സിനിമകൾ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ എന്നെ കണ്ട് ചുമ്മാ വീഡിയോ അല്ലാതെ, അല്ലെങ്കിൽ കള്ള വീഡിയോയിലും